കേരള കോൺഗ്രസ് ഒന്നിച്ചു നിൽക്കണമെന്ന് കത്തോലിക്ക സഭയിലെ മുതിർന്ന വൈദികൻ ഫാദർ മാണി പുതിയിടം ന്യൂസ് 18നോട് വിഘടിച്ചു നിൽക്കുന്നതുകൊണ്ട് ആ പാർട്ടിയിലുള്ളവർക്ക് പോലും ഗുണമില്ല. ഒരു മന്ത്രിയും MLAയും കിട്ടിയിട്ട് എന്ത് കാര്യമാണുള്ളത്? ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കഴിയാതെ ഇവരെ കൊണ്ട് എന്ത് പ്രയോജനമെന്നും മാണി പുതിയിടം. പ്രത്യയശാസ്ത്രത്തോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ ജോസ് കെ മാണി വിഭാഗം UDFിൽ എത്തണം. സഭാ മേലധ്യക്ഷന്മാരടക്കം കേരള കോൺഗ്രസിന്റെ കാര്യത്തിൽ ഇടപെട്ട് മടുത്തതായും ഫാദർ മാണി പുതിയിടം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ കത്രിക വയറ്റിൽ കുടുങ്ങിയ അടിവാരം സ്വദേശിനി ഹർഷിന വീണ്ടും സമരത്തിന്. വീഴ്ച വരുത്തിയ ഡോക്ടർമാർക്കെതിരായ അച്ചടക്ക നടപടിയും നിയമ നടപടിയും വേഗത്തിലാക്കണമെന്നും നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ട് ഹർഷിനയുടെ സമരം. ഇന്ത്യയിൽ നിന്നുള്ള സമുദ്രോൽപ്പന്നങ്ങൾക്ക് ബ്രിട്ടൻ നികുതി ഒഴിവാക്കും. ഇന്ത്യൻ തൊഴിലാളികളിൽ നിന്ന് സാമൂഹ്യ സുരക്ഷാ നികുതി ചുമത്തുന്നതും ഒഴിവാക്കും. ഇന്ത്യയും ബ്രിട്ടനും ഇന്ന് സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെക്കും. കരാർ സുപ്രധാന നാഴികക്കല്ലും വലിയ വിജയവുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. ഇന്ത്യയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നും കരാർ രാജ്യത്തിന് മുതൽക്കൂട്ടാകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിട്ടനിലെത്തിയ മോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. റിട്ടേണിംഗ് ഓഫീസർമാരെ ഉടൻ ചുമതലപ്പെടുത്തും. ജഗ്ദീപ് ധൻഖറിന്റെ രാജിക്ക് പിന്നാലെ അടുത്ത ഉപരാഷ്ട്രപതി ആരെന്ന ചർച്ച സജീവം. രാംനാഥ് ഠാക്കൂറിന്റെ പേരിന് മുൻതൂക്കം. ബ്രിട്ടീഷ് F-35B വിമാനത്തിന്റെ തകരാറുകൾ പരിഹരിക്കാൻ സഹായം നൽകിയതിന് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിന് നന്ദി പറഞ്ഞ UK സൈനികർ. അടിയന്തര ലാൻഡിംഗ് നടത്തിയത് മുതൽ തകരാറുകൾ പരിഹരിച്ച് മടങ്ങുന്നതുവരെ പൂർണ്ണ സഹായം നൽകിയതിന് നന്ദി പ്രകാശനം. UK റോയൽ എയർഫോഴ്സ് ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് ടോം സോയർ നേരിട്ടെത്തി വിമാനത്താവള അധികൃതരെ നന്ദി അറിയിച്ചു. റോയൽ എയർഫോഴ്സിന്റെ ഉപഹാരം കൈമാറി. ഇന്ന് കർക്കടകവാവ്. സംസ്ഥാനത്തെ പ്രധാന ക്ഷേത്രങ്ങളിലും കടൽ തീരങ്ങളിലും സ്നാനഘട്ടങ്ങളിലും പിതൃതർപ്പണ ചടങ്ങുകൾ. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രമായ വർക്കല പാപനാശത്ത് പുലർച്ചെ 3 മണി മുതൽ ബലിതർപ്പണം. ബലിതർപ്പണം നടത്താൻ പാപനാശത്തേക്ക് എത്തുന്നത് നൂറുകണക്കിന് ആളുകൾ. പാലക്കാട് വേറിട്ട പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ. റോഡിന്റെ ശാപമോക്ഷത്തിനായി റോഡിലെ വെള്ളക്കെട്ടിൽ പ്രതിഷേധ ബലിതർപ്പണം. പാലക്കാട് മേലാർക്കോട് പള്ളിക്കാടിൽ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധം ശക്തമാകുന്നു. റോഡ് തകർന്ന് കാലങ്ങളായിട്ടും പരിഹാരമുണ്ടാകാത്തതിനാലാണ് പ്രതിഷേധം. കാസർഗോഡ് ചെറുവത്തൂർ വീരമലക്കുന്നിൽ വൻ മണ്ണിടിച്ചിൽ. 3 വാഹനങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ദേശീയപാതയിൽ പൂർണ്ണമായും മണ്ണ് നിറഞ്ഞു. മണിക്കൂറുകളെടുത്താണ് മണ്ണ് നീക്കം ചെയ്യാൻ കഴിഞ്ഞത്. ന്യൂനമർദ്ദം ശക്തമായതോടെ കൊച്ചിയുടെ തീരമേഖലകളിൽ കടലാക്രമണം രൂക്ഷം. കടൽ ഭിത്തിയില്ലാത്ത കണ്ണമ്മാലി വൈപ്പിൻ പ്രദേശങ്ങളിൽ പ്രതിസന്ധി. വേലിയേറ്റ സമയത്ത് വീടുകളിൽ കഴിയാനാകാത്ത സ്ഥിതി. ഇടുക്കിയിൽ വീണ്ടും മരം കൊള്ളയെന്ന് പരാതി. ശാന്തൻപാറയിൽ ഏലമലക്കാടുകളിൽ നിന്ന് നിരവധി മരങ്ങൾ പിഴുതുമാറ്റി അനധികൃത നിർമ്മാണം. പ്രദേശത്ത് മഴവെള്ള സംഭരണത്തിന്റെ പേരിൽ കുഴികൾ നിർമ്മിച്ചത് മണ്ണിടിച്ചിൽ സാധ്യതയും കൂട്ടിയിരിക്കുന്നു. ഇംഗ്ലണ്ടുമായുള്ള 4ാം ടെസ്റ്റിൽ ഇന്ത്യ ആദ്യ ദിവസം കളി അവസാനിപ്പിക്കുമ്പോൾ 4 വിക്കറ്റിന് 265 റൺസ്. 19 റൺസ് എടുത്ത രവീന്ദ്ര ജഡേജയും ഷാർദുൽ ഠാക്കൂറും ക്രീസിൽ. ഇന്ത്യയ്ക്കായി യശസ്വി ജയ്സ്വാളും സായി സുദർശനും അർദ്ധ സെഞ്ചുറി നേടി.